1, 2, 3 തീയതികളിൽ നടക്കുന്നതായ തിരുവാതിര രോഹിണി മകീരം തിരുവാതിര ഉത്സവം. എവിടെയാണോ ഒരാൾ വെറുതെ ഒരു തേങ്ങാപ്പണിക്കാരൻ, അയാൾ എല്ലാ ദിവസവും ഇങ്ങനെ തേങ്ങ ഉണക്ക കൊട്ടത്തേങ്ങ ഇങ്ങനെ ഉണക്കും. വെറുതെ 1-2 പൂള് വെറുതെ തീ പിടിപ്പിക്കുന്നതിനിടെ കത്ത് പിടിക്കാനായിക്കൊണ്ട് 1-2 ഉണങ്ങിയത് ബാക്കി വരുന്ന അദ്ദേഹം ഇട്ടുകൊണ്ടിരുന്നു. അത് ഉണങ്ങിയത് ചീത്ത മാറ്റി 2 തേങ്ങാപ്പൂളും കൂടെ ഇട്ട് കഴിഞ്ഞാൽ, കഷ്ണം കൂടെ ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹം തീ പിടിപ്പിക്കാൻ ഉപയോഗിക്കുക. കാരണം നല്ലത് മാറ്റി ബാക്കി വരുന്നത് ഹോമിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഹോമിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു പ്രകാശം വന്നു. ആ പ്രകാശം വന്ന് കയ്യിലേക്ക് ബീജാപൂരകദക്ഷുപാർമുഗരുച ചക്രാബ്ജപാസോൽപ്പലൻ പ്രോജ്യക്കരാംഭൂരുകാം ധയോ വല്ലഭയാ ച പത്മകലയാ സൃഷ്ടോജ്വലഭൂഷ്യ വിശ്വോൽപത്തി വിനാശ സംസ്ഥിതകരോ വിഘ്നോ ശിഷ്ടാർത്ഥതാം. ഇല്ലത്തെ തേവാരം മൂർത്തിയെ പോലെ തന്നെ 36ഓളം കൈകൾ ആയുധങ്ങളായാലും പത്മകലയ ആശിഷ്ടോജ്വലൽ ഭൂഷയ, പത്മകല എന്നുള്ള പത്നിയോടും കൂടി മടിയിലിരിക്കുന്നതായ ഒന്നന്തരം തിളങ്ങുന്നതായ തങ്കത്തിൻ്റെ ബിംബം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വന്നു. അദ്ദേഹം ആകെ പരിഭ്രമിച്ചു ഓടി. കാരണം അത്രയേറെ ചൈതന്യം കയ്യിലിരിക്കുകയാണ്. ഓടിക്കഴിഞ്ഞപ്പോൾ പുഴയിൽ ഒരു തിരുമേനി കുളിച്ചുകൊണ്ട് നിൽക്കണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതിന് ജ്ഞാനശക്തി കൊണ്ട് മനസ്സിലായി ഇത് ചില്ലറയല്ല, ഗണപതി തന്നെ പ്രത്യക്ഷമായിട്ട് നൽകിയതാണെന്ന്. അവിടെ നൽകി കഴിയുമ്പോൾ അതാണ് സൂര്യകാലടി മുത്തശ്ശൻ. സൂര്യകാലടി തിരുമേനിയുടെ കയ്യിൽ എത്തി ഞങ്ങളുടെ തേവാരത്തിനിരിക്കുന്നതായ, എൻ്റെ ഇല്ലത്തെ തേവാരത്തിനിരിക്കുന്നതായ ഗണപതി മൂർത്തി ആ ധ്യാനപ്രകാരമുള്ളതാണ്. അദ്ദേഹത്തിന് അത് മനസ്സിലായി. പിന്നീട് ഇല്ലത്ത് ആ ഗണപതിയെ ഇല്ല തേവാരമായിക്കൊണ്ട് തന്നെ അടുക്കള തേവാരമായിട്ട് തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ ഗണപതിക്ക് അവർക്ക് പ്രത്യേകം നമുക്കറിയാം, അവരുടെ പരികർമ്മത്തിന് പോകുമ്പോൾ നമുക്ക് പൂജാപാത്രങ്ങൾ ഒരുക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ ആ പരിധിയുടെ മുകളിലേക്ക് ഒരു ഉരുളി എടുത്തു വയ്ക്കുന്ന കാണാം, ഉരുളി കമത്തുന്ന കാണാം. അവിടെ അത് മതി. പ്രത്യക്ഷ ഗണപതിയെ കുറേശ്ശെ കഴിച്ചാൽ മതിയോ, പോരാ, ഉരുളിയോടുകൂടി തന്നെ ഹോമിക്കുന്നവരവരാണ്. അപ്പോൾ ഉരുളി പ്രാണായ സ്വാഹ അപാനായ സ്വാഹ നമ്മളിങ്ങനെ ഓരോന്നും ഹോമിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് പ്രത്യക്ഷപ്പെട്ട് വിളിച്ചിരിക്കുക. അപ്പോൾ ഗണപതിക്ക് ഇത് മതിയാകുമോ? കുബേരൻ്റേതായ അഹങ്കാരത്തെ തീർക്കാനും ഗണപതിയെ വാർപ്പടക്കം ഭക്ഷിച്ചതാണ് ഗണപതി. ജ്ഞാനാന്തം ഗണപതി ഹോമഹേ. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രതീകം? നമ്മുടെയൊക്കെ അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ് എന്തോന്ന്? എലി. എന്നാൽ എൻ്റെ ഒരു ബന്ധുവിന് അവിടെ എലി കുത്തിമറിച്ച് വീട് താഴെ വീണ ഒരു ബ്രാഹ്മണകുമാരൻ മരിച്ചുപോയി. എലി കുത്തിമറിച്ച വീട്. അപ്പോൾ എലി എന്ന് പറയുന്നത് ശക്തമായ പ്രതീകമാണ്. എല്ലാത്തിനെയും കറണ്ട് തിന്നുന്ന ഒരു പ്രതീകം. വീട് മറയ്ക്കും. പുതിയതായ പണി വെച്ചാൽ എന്തോ അടിയിൽ കൂടെ തുളച്ച് മറയ്ക്കുന്നതായ പ്രതീകം, അഹങ്കാരത്തിൻ്റെ പ്രതീകം. അതിന് ഇരുമ്പ് അങ്ങനെയൊന്നുമില്ല, കല്ല് വരെ തുറക്കും. തുറപ്പൻ എന്നാണ് പണ്ട് മലയാളത്തിൽ പറയാറ്. തുറപ്പൻ്റെ സ്വഭാവം എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായ എലിയുടെ സ്വഭാവത്തെ ആ ഒരു ചെറിയതാണെങ്കിലും ചെറിയ കുഞ്ഞലികളുണ്ട്, ചുണ്ടലി എന്ന് പറയും. അതിന് എന്ത് ശക്തിയല്ലേ? അപ്പോൾ എന്തിനേയും തുറക്കാവുന്നതായ ഒരു സ്വഭാവത്തെ കാണിക്കാൻ, അഹങ്കാരത്തെ തുറന്ന് തിന്നുന്ന ആ സഹായത്തിനെ കാണിക്കാൻ എന്തു വേണം? അതിനും ശക്തമായ, അതിനും വലിയൊരു പ്രതീകമായ ഒന്ന് അതിൻ്റെ മുകളിൽ കയറിയിരിക്കണം. മെഡുല ഒബ്ലാങ്കാറ്റ എന്നൊരു അവയവമുണ്ട്. അത് നമ്മൾ അവിടെ മെഡിക്കൽ ഇതിൻ്റെയൊക്കെ ഓരോന്നിൽ പ്രദർശനത്തിനുമൊക്കെയാണ്. അതൊന്നും ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഗണപതിയുടെ ആകൃതിയാണ് എന്നർത്ഥം. ഗണപതി നാരങ്ങ എന്ന് പറഞ്ഞ നാരങ്ങയുണ്ട്, അത് നേരെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഗണപതി കിരീടം പോലെ തന്നെ ഗണപതി നാരങ്ങ ആയിക്കൊണ്ട് തന്നെ. അപ്പം പ്രകൃതിയിലുള്ളതായ സകല വസ്തുക്കളിലും ഈശ്വരൻ്റെ രൂപങ്ങളുണ്ട്. നമ്മളത് കണ്ടെത്താത്തതിൻ്റെ കുഴപ്പമുള്ളൂ. ചിലർ മേഘത്തേക്ക് നോക്കുമ്പോൾ, ചിലർ നോക്കുമ്പോൾ തൻ്റെ കാമുകിയുടെ പടം കാണും, ചിലർ തൻ്റെ ഭാര്യയുടെ പടം കാണും, തള്ളിൽ സ്നേഹിച്ചിരുന്നവരെ കാണും. എൻ്റെ യഥാർത്ഥ ഭക്തനാണെങ്കിൽ ആ മേഘത്തിൽ പോലും അവിടെ മഹാദേവൻ വെള്ള കാളപ്പുറത്ത് വെള്ളസ്വരൂപത്തിലിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നതാണ് എന്തിലേലും ഭഗവാൻ ഓരോ അണുവിലും തൂണിലും തുരുമ്പിലും ഓരോ ജീവിയിലും ഭഗവാന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവനാണ്. അത് കണ്ടെത്താൻ സാധിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. നേരെ തിരിച്ചല്ല, ലൗകികമായ കാര്യങ്ങളിൽ എന്ത് വസ്തുവിലും നമുക്ക് കാണാം. കഴിഞ്ഞ യൂട്യൂബിലൊരു കുട്ടി, ഒരു പയ്യൻ ഇതിനകത്ത് ഒരു ആലില എടുത്തിട്ട് അതിനകത്ത് അവൻ എന്ത് ചെയ്തെന്ന് പറയാമോ? അവൻ അതിൻ്റെ ഓരോ അംശങ്ങളും കറിഞ്ഞ് ചരടോടുകൂടി ഒന്നന്തരം തലപ്പുഞ്ഞ മഹാദേവൻ്റെ പാർവതീദേവിയും കൂടെ ഒരു ആലിലയിൽ അവൻ സൃഷ്ടിച്ചെങ്കിൽ അവൻ്റെ ഉള്ളിലും പുറത്തുമുള്ളത് ഈശ്വരനാണ്.
അങ്ങനെ ഈശ്വര സൈന്യത്തോടുകൂടി അണിക്കുട്ടായിട്ട് മലയത്താറ്റയുടെ ഗണപതിയോ മഷ്ടദ്രവ്യങ്ങളും കഴിച്ചതിന് ശേഷം പിന്നീട് 8:30 മണിയോട് ആരംഭിക്കുന്ന കലശപൂജ. കലശപൂജയ്ക്ക് മന്ത്രപ്രധാനമായ നവക പഞ്ചഗവ്യാദികളെ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നതായ ഒന്ന്. എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും ദ്രവ്യങ്ങളെ കൊണ്ട് അഭിഷേകം, എന്തിനാ ഈ പഞ്ചഗവ്യങ്ങൾ? ഗോമാത, സ്വന്തം മാതാവിനെക്കാട്ടിലും ഉയർന്നതാണ് ഗോമാതാവാണ്. ഗോമാതാവിൻ്റെ പൃഷ്ഠത്തിൽ നമ്മൾ പൂജ കഴിക്കുന്നത് വർഷത്തിലൊരിക്കൽ പലയിടത്തും നമ്മൾ പൂജ കഴിക്കാറുണ്ട്. അത് പൂജാപ്രകാരം തന്നെ മാതാവായ ഗോമാതാവിൻ്റെ പുറവിൽ നിന്നുകൊണ്ട് ലക്ഷ്മി ഭഗവതിയെ സങ്കല്പിച്ചിട്ട് പൂജ കഴിച്ച് അതിന് പുല്ലും പഴമൊക്കെ നൽകി പ്രസന്ന പൂജയ്ക്ക് കർപ്പൂരം വെച്ച് തൊഴുതു നമസ്കരിച്ച് അതിൻ്റെ ചാണകം നമ്മൾ നെറ്റിയിൽ പ്രസാദമായിട്ട് ധരിക്കുന്നു. ചാണകം ധരിക്കുമോ? ഏറ്റവും കൂടുതൽ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്നത് ചാണകമാണ്. അപ്പോൾ ചാണകം കൂട്ടിയുള്ള ജുവാദ ഇതൊക്കെ ഉണ്ട് നമ്മളൊക്കെ പുരട്ടാറുണ്ട്, കൊതുക് പോലും കടിക്കില്ല. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത, നമ്മൾ പണ്ട് ഗ്രഹണം കാണാറുള്ള ചാണകം കലക്കി വെച്ചില്ല, അതാണ് ചാണകത്തിൽ. ചാണകം ഇല്ലാണ്ട് അണിക്കുട്ടായിട്ട് മലയത്തായിട്ട് ഇവിടെ ഗണപതിരിക്കില്ല. അപ്പോൾ ചാണകം മെഴുകിയ നിലത്ത്, പണ്ടൊക്കെ ചാണകം മെഴുകിയ നിലത്താണ് ഇല്ലങ്ങളിലൊക്കെ നെല്ല് വരെ ഉണക്കിയിരുന്നത്. അന്ന് കാലുവേദനയില്ല, മുട്ടുവേദനയില്ല, കാല് വിണ്ടുകുഴലില്ല, ഒന്നുമില്ല അമ്മമാർക്ക് നമുക്കും അടക്കം. അപ്പോൾ ചാണകം എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായ വസ്തുവാണ് ചാണകം. പിന്നെ തൈര്, പാല്, ഗോമൂത്രം. ഗോമൂത്രേന സ്നാപയിത്വ. അവിടെ ഭഗവാന് പൂതനയെ മോക്ഷം നൽകി, പല അസുരങ്ങളും മോക്ഷം നൽകി ഭഗവാനെ കണ്ണേറ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഈ ആസുര ജന്മങ്ങളുടെ ശരീരസ്പർശം കൊണ്ട് കണ്ണന് വല്ലതും പറ്റുമെന്ന് അവിടെ യശോദാമ്മ എന്ത് ചെയ്യുന്നു? ഗോമൂത്രേന സ്നാപയിത്വ. അവിടെ ഗോമൂത്രം കൊണ്ട് ഭഗവാനെ കുളിപ്പിച്ച് ഗോപുച്ഛ ഭ്രമണാദിവി. അവിടെ കണ്ണ് കിട്ടാൻ കണ്ണ് കുഞ്ഞുങ്ങളുടെ വാലും കൊണ്ട് ഇങ്ങനെ ഒഴിയും. പണ്ട് അങ്ങനെയാണ് മതി. കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ തൊഴുത്തിൽ കൊണ്ടുപോകും. തൊഴുത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ പശുവിൻ്റെയും പശുക്കുട്ടിയുടെയും ഒഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ സകലവിധ പാപകർമ്മങ്ങളും മാറി സകലവിധ കണ്ണേറും കിട്ടാനുള്ളതായ അന്ന്. അതാണ് പഞ്ചാബീയത്തിൻ്റെ പ്രത്യേകത. പഞ്ചാബീയത്തിന് പ്രത്യേക കൂട്ടുണ്ട്, ഓരോന്നിനും ഓരോ കൂട്ടുണ്ട്. ദർഭപ്പുല്ലിൻ്റെ ഇതും കൊണ്ട്. എന്നാൽ പിന്നെ വേറെ വല്ല പുല്ലും കൂടെ. ദർഭപ്പുല്ല് ഏറ്റവും ഔഷധവീര്യമുള്ളതാണ്. അതുപോലെ ദർഭപ്പുല്ല് കരിച്ച പ്രസാദം നമ്മൾ തൊടുന്നത് ഏറ്റവും ചൂട് കിട്ടുന്നതായ മുക്കൂറ്റി പ്രസാദം തൊടുന്നത്. മുക്കൂറ്റി അരച്ച് തൊട്ടോളൂ, നീർക്കെട്ടിലാവില്ല. അപ്പം അങ്ങനെ ഉള്ളതായ ഒരു ആവാസവ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ടുള്ളതായ സംസ്കാരത്തിൽ നിന്ന് വരുന്നതായ നവക പഞ്ചഗവ്യാദികൾ അഭിഷേകം ചെയ്തതായ ഭഗവാന് പഞ്ചഗവ്യ പായസം നേദിച്ച് അവിടെ തേച്ച് കഴുകി വൃത്തിയായിരിക്കുമ്പോൾ എന്തായിത്തീർന്നു? സകലവിധ മാലിന്യങ്ങളും. ഇവിടെ മാത്രമല്ല, എവിടെ ഉത്സവം ഉണ്ടെങ്കിലും നവക പഞ്ചഗവ്യം ഇല്ലാതെ ഇല്ല. ബാക്കി എന്ത് വെടിക്കെട്ടുണ്ടെങ്കിലും എന്ത് പരിപാടികളും നവക പഞ്ചഗവ്യാദികളില്ലാതെ ഒരു ഉത്സവം എവിടെയെങ്കിലും കാണിച്ചു തരാമോ? ഒരു നേരം തുറക്കുന്നതായ അമ്പലത്തിൽ വർഷത്തിൽ നവക പഞ്ചഗവ്യാദികൾ. അപ്പോൾ പഞ്ചഗവ്യങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ അവിടെ സംശയമൊന്നുമില്ല. പിന്നെ തിരുമധുരത്തിന് തേനൊഴിക്കുന്നു. എന്തിനാ തേനൊഴിക്കണം? വേറെ വല്ല ഒഴിക്കാൻ പറ്റില്ല. മധുനു ലില്ലു അശേഷരസ. ലോകത്തിലേതൊക്കെ അംശങ്ങളുണ്ടോ എല്ലാ രസങ്ങളും ഉള്ളത് തേനിൽ മാത്രമേ ഉള്ളൂ. തേൻ പതുക്കെ കുറിച്ച് നോക്കാം. മധുരമുണ്ട്, ചവർപ്പുണ്ട്, പുളിയുണ്ട്, എരിവുണ്ട്, എല്ലാം ഉണ്ട്. ഒരു തുള്ളി തേൻ എടുത്തിട്ട് വെറ്റിലയുടെ ഞരമ്പ് കഴിച്ച് കടിച്ച് വെച്ച് ഇറക്കിയ അന്നത്തെ 24 മണിക്കൂറും ചുമക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളതായ എല്ലാ വിധത്തിലുള്ളതായ നാച്ചുറൽ സംഭവങ്ങളും ആയുർവേദം പറയുന്ന പോലെ തന്നെ അഷ്ടാംഗഹൃദയം പറയുന്ന ദ്രവ്യങ്ങളെ കൊണ്ടുള്ളതായ എല്ലാം നടക്കുന്നതായ നവക പഞ്ചവ്യാദികൾക്ക് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഭഗവാന് അമിതമായ ചൂടോ പ്രകാശമോ അല്ല പ്രധാനം. അഭിഷേകപ്രിയോ രുദ്ര, അലങ്കാരപ്രിയോ വിഷ്ണു. മഹാദേവനെ അഭിഷേകപ്രിയ നിറച്ച് 36 അഭിഷേകം കഴിഞ്ഞിട്ട് വിളക്ക് മാറ്റി വെച്ച് ചൂടടിക്കാതെ എത്ര വേണമെങ്കിലും വിളക്ക് കത്തിച്ചുള്ളൂ. ഭഗവാൻ ഇഷ്ടമാണ്. നമ്മൾ കൊടുക്കുന്ന എന്താണോ അതാണ് തിരിച്ചു കിട്ടുന്നതെന്ന് അർത്ഥം. എത്ര പ്രകാശമാനമാക്കുന്നോ അത്രയും നമ്മുടെ ജീവിതവും പ്രകാശമാക്കുന്ന. 27-ാം തീയതി 41 വരുന്നു. ഇനി ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ആരും നിർബന്ധിക്കുന്നില്ല കേട്ടോ. അവനവൻ ഓർക്കാതെ ഇനി ആരെങ്കിലും ദീപാരാധന കഴിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രം ഒരാളെയും ഒരു കാര്യത്തിനും ഒരു വഴിപാടിനും നിർബന്ധിക്കുകയല്ല. അവനവൻ്റെ മനസ്സറിഞ്ഞ് ചെയ്യുന്നതിന് ഗുണമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ മനസ്സ് അവിടെ സമർപ്പിക്കുമ്പോൾ ഭഗവാൻ മനസ്സമാധാനം തരും. അവിടെ സമർപ്പിക്കേണ്ടത് തൻ മൻ, തനുവും മനസ്സും. ഹിന്ദിക്കാർ പറയുന്ന പോലെ തൻ മൻ, മനസ്സും തനുവും അവിടെ സമർപ്പിക്കുമ്പോൾ ഏത് ഭാഷയായാലും ഭഗവാൻ കേട്ടോളും. പിതാ എന്ന് വിളിച്ചാലും, ഫാദർ എന്ന് വിളിച്ചാലും, പിതാവേ എന്ന് വിളിച്ചാലും, അല്ലാ എന്ന് വിളിച്ചാലും, മഹാദേവ എന്ന് വിളിച്ചാലും, കൃഷ്ണ എന്ന് വിളിച്ചാലും ചെന്നെത്തുന്നത് സത്യമായിട്ട് മഹാദേവ പാർവതി സ്വരൂപത്തിലുള്ള കുടുംബസ്വരൂപത്തിലേക്ക് ഏത് നാമത്തിൽ വിളിച്ചാലും ഏത് ഭാഷയിൽ എത്തിച്ചേരുന്നത് സർവദേവ നമസ്കാര മഹാദേവം പ്രതി ഗച്ഛതി. സർവ്വദേവന്മാരെ നമസ്കരിക്കുന്നത് മഹാദേവനിൽ തന്നെ എത്തിച്ചേരുന്നുള്ള സത്യത്തെ അനുഭവത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട്
ട്രഡീഷണലായിട്ട് രീതിയിൽ നടക്കുന്നതായ തിരുവാതിര ഉത്സവത്തിലേക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ അർത്ഥത്തിലും പരിപൂർണ മനസ്സും ഉണ്ടെങ്കിൽ മാത്രം സഹകരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമഃശിവായ, നമഃശിവായ, നമഃശിവായ.